ആധാർ കാർഡ് പുതുക്കുന്നതിനുള്ള സമയപരിധി 2023 സെപ്റ്റംബർ 14 വരെയായി നീട്ടി. 10 വർഷം മുൻപെടുത്ത ആധാർ കാർഡുകൾ സൗജന്യമായി ഓൺലൈനിൽ പുതുക്കാവുന്നതാണ്. ആദ്യകാലത്ത് ഡോക്യുമെന്റ്സ് ഇല്ലാതെയായിരുന്നു ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഒഴിവാക്കേണ്ടതിനും നിയമപരമല്ലാത്ത കാര്യങ്ങൾ ഇതുപയോഗിച്ച് നടത്താതിരിക്കുന്നതിനും വേണ്ടി എല്ലാവരും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 10 വർഷം കഴിഞ്ഞവ. മുഴുവൻ ആധാർ കാർഡ് ഉടമകളും ഓരോ 10 വർഷം കൂടുമ്പോഴും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഉഡായി നിർബന്ധമാക്കിയിട്ടുണ്ട്. ആധാറിനായുള്ള എൻറോൾമെന്റ് തീയതി മുതൽ ഓരോ 10 വർഷം കൂടുമ്പോഴും ഉടമകൾക്ക് ഐഡന്റിറ്റി പ്രൂഫ് സമർപ്പിച്ചുകൊണ്ട് ആധാർ ഒരു തവണയെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. പേര്, ജനനത്തീയതി, വിലാസം മുതലായ വിശദാംശങ്ങൾ മാറ്റണമെങ്കിൽ ഓൺലൈൻ അപ്ഡേറ്റ് സേവനം ഉപയോഗിക്കാവുന്നതാണ്. എന്തിനുള്ള അവസാന തീയതിയാണ് സെപ്റ്റംബർ 14. നമുക്കറിയാം, സാധാരണയായി നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അക്ഷയ സെന്ററുമായോ ആധാർ കാർഡ് ഓഫീസുമായോ ആണ് നമ്മൾ ബന്ധപ്പെടുക. എന്നാൽ നമുക്ക് സ്വന്തമായി ആധാർ കാർഡ് മൈ ആധാർ എന്ന വെബ്സൈറ്റ് വഴി അതും സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഉഡായി സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഈ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതിയാണ് സെപ്റ്റംബർ 14. എന്നാൽ ഈ തീയതിക്കുള്ളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പകരം ആധാർ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്ന് മാത്രം. അത് അവസാന തീയതിക്ക് ശേഷവും നമുക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, അക്ഷയ സെന്റർ വഴി പഴയതുപോലെ അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ്. എങ്ങനെയാണ് മൈ ആധാർ എന്ന വെബ്സൈറ്റ് വഴി നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ID പ്രൂഫും അഡ്രസ് പ്രൂഫും എന്നിവ തയ്യാറാക്കാം. ID പ്രൂഫായി ഒരുപാട് ഡോക്യുമെന്റ് ഇവിടെ പറയുന്നുണ്ട്. ID പ്രൂഫിന് വേണ്ടി വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് തുടങ്ങിയവ നമുക്ക് ഉപയോഗിക്കാം. അഡ്രസ് പ്രൂഫിന് വേണ്ടി വോട്ടർ ID, റേഷൻ കാർഡ്, പാസ്പോർട്ട് മുതലായ ഡോക്യുമെന്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഈ പറഞ്ഞ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരു ഫയൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ചില ഡോക്യുമെന്റുകൾ 2 സൈഡിലുള്ളതുണ്ട്. അപ്പോൾ ഒറ്റ ഫയലിൽ തന്നെ 2 ഭാഗങ്ങളും വരുന്നതായി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഞാനിവിടെ ID പ്രൂഫിന് വേണ്ടി ഡ്രൈവിംഗ് ലൈസൻസും അഡ്രസ്സിന് വേണ്ടി വോട്ടർ IDയും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം myAadhar.udai.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ കാണുന്ന ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആധാർ നമ്പർ ചേർക്കേണ്ട ഒരു പേജ് കാണാം. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന തെറ്റാതെ എൻ്റർ ചെയ്യുക. ഇനി സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആധാറുമായി ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് താഴെ കാണുന്ന ബോക്സിൽ ചേർക്കുക. അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആധാർ എന്ന വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ആയിരിക്കുകയാണ്. ഇവിടെ ഹോം പേജിൽ വെബ്സൈറ്റ് വഴി ആധാറിൻ്റെ ഒരുപാട് സർവീസുകൾ നമുക്ക് ലഭ്യമാണ്. ആ സർവീസാണ് ഇവിടെ കാണിക്കുന്നത്. താഴോട്ട് വന്ന ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്നൊരു ബോക്സ് കാണാം. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യത്തെപ്പറ്റി പറയുന്ന ഒരു പേജ് കാണാം. നമ്മുടെ ഏറ്റവും പുതിയ അഡ്രസ് പ്രൂഫും ID പ്രൂഫുമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിനു മുൻപേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാനും ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ്. അതായത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ് എന്നിവ കാണാവുന്നതാണ്. അത് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക. കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് പരിശോധിച്ച് കൃത്യമായ മാറ്റം വരുത്തുക. അതിനുശേഷം താഴെ കാണുന്ന I verify that the above details are correct എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എന്ന ബട്ടൺ വിസിബിൾ ആകും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ട പേജ് കാണാം. ഡോക്യുമെന്റ് 2 MBയിൽ കൂടാൻ പാടില്ല. മാത്രമല്ല JPG, PNG, PDF എന്നീ ഫോർമാറ്റുകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് JPG ഫോർമാറ്റാണ്. താഴോട്ട് വന്നാൽ ആദ്യം ID പ്രൂഫ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇനി ഏത് ഡോക്യുമെൻ്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ID പ്രൂഫായി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് പൂർത്തിയായിട്ടുണ്ട്. ഇനി അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാം. ഇവിടെയും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക.
അഡ്രസ് പ്രൂഫായി വോട്ടർ ഐ ഡി ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വോട്ടർ ഐ ഡി സെലക്ട് ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ സേവ് ആക്കിയിരിക്കുന്ന വോട്ടർ ഐ ഡി അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അഡ്രസ് പ്രൂഫ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെ കാണുന്ന ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഡെമോഗ്രാഫിക് വിവരങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്ന ഒരു പോപ്പപ്പ് മെസ്സേജ് കാണാം. അവിടെ കാണുന്ന ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ സർവീസ് ഫ്രീ ആണെന്ന് പറയുന്ന ഒരു പേജ് കാണാവുന്നതാണ്. പ്രസ്തുത പീരീഡിന് ശേഷം ഈ സർവീസ് ഫ്രീ അല്ല, പകരം അവിടെ കാണുന്ന ഫീ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വിവരങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആധാർ അപ്ഡേഷൻ വളരെ വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. താഴെ കാണുന്ന ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഒരു റിസിപ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല ഹോം പേജിലേക്ക് വന്നാൽ ഏറ്റവും താഴെ ഇപ്പോൾ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് കാണാവുന്നതാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലെ ലോഗിൻ ചെയ്ത് ഈ സ്റ്റാറ്റസ് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. താങ്ക്